ശ്രീഹരേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ജഗദംബികായേ നമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. അങ്ങനെ നമ്മൾ നാരദന്റെ മോഹമുക്തി, നാരദന് മോഹം ഉണ്ടായിരുന്നല്ല, ഒരു വല്ലാത്തൊരു മായയിൽ നാരദര് പെട്ടുപോയല്ലോ. അതിൽ നിന്നൊരു മുക്തി കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ന് സ്മരിക്കുന്നത് നമ്മൾ. അപ്പൊ എന്നോട് ഇപ്രകാരം പറഞ്ഞു, താലധ്വജ രാജാവിനോട് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞു, രാജൻ, എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ആരാണെന്നും ഞാൻ ആരുടെ മകളാണെന്നും എന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്നൊന്നും അറിയില്ല കേട്ടോ. ഉറ്റവരാരും ഇല്ലാത്ത ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ്. ആരാ ഇത് പറയുന്നത്? സ്ത്രീരൂപം പൂണ്ടെ നാരദ മഹർഷി. അങ്ങ് ധർമ്മജ്ഞനല്ലേ, ദൈവനിശ്ചയമെന്നേ നടക്കുകയുള്ളൂ, പുരുഷപ്രയത്നം വ്യർത്ഥമാണ്, അതുകൊണ്ട് അങ്ങയുടെ ആഗ്രഹം പോലെ പ്രവർത്തിച്ചാലും എന്ന് പറഞ്ഞു. ഞാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ രാജാവ് അനുചരന്മാരോട് പറഞ്ഞു, വേഗം പോയി നമ്മുടെ പല്ലക്ക് കൊണ്ടുവരുമോ. രാജാവിന്റെ ആജ്ഞയനുസരിച്ച് വൃത്തന്മാർ 4 ആള് വഹിക്കുന്ന രത്നഖചിതമായ പല്ലക്കൂട്ടനെ കൊണ്ടുവന്നു. രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ആ പല്ലക്കിൽ പോയിരുന്നു. ഞങ്ങൾ രാജധാനിയിലെത്തി. ശുഭമുഹൂർത്തത്തിൽ രാജാവിന് ആചാരപ്രകാരം അഗ്നിസാക്ഷിയായി വേളി കഴിക്കുകയും ചെയ്തു കേട്ടോ. എനിക്ക് സൗഭാഗ്യവതി എന്നാണ് ഒരു പേരും വിളിച്ചത്. നല്ല പേരല്ലേ? അതെ. ഞങ്ങൾ ഉദ്യാനത്തിലും കൊട്ടാരത്തിലും രമിച്ചു ഉല്ലസിച്ചു. എന്നോടുള്ള പ്രേമം കൊണ്ട് രാജാവ് രാജ്യകാര്യങ്ങൾ പോലും മറന്നുപോയി. കാലം കടന്നവർ ഞങ്ങൾ അറിഞ്ഞതേയില്ല. ഞാനും ദാമ്പത്യ സുഖം വേണ്ടുവോളം അനുഭവിച്ചു എന്ന് പറയാം. എൻ്റെ പൂർവ്വദേഹം പോലും മറന്നു. ഞാൻ രാജാവിന്റെ പട്ടമഹിഷിയായി സുഖം ആ രാജധാനിയിൽ വാണു. ധർമ്മജ്ഞാനവും ബ്രഹ്മജ്ഞാനവും എല്ലാം മറന്നൊരു സാധാരണ സ്ത്രീയായി ഭർത്തൃസുഖത്തിൽ മാത്രം മുങ്ങി കാലം കഴിച്ചു ഞാൻ. അങ്ങനെ എത്ര വർഷം? 12 വർഷം അങ്ങനെ കഴിഞ്ഞു. അപ്പോ ഞാൻ ഗർഭിണിയായി കേട്ടോ. യഥാസമയം സുന്ദരനായ ഒരു ബാലന് ജന്മം നൽകുകയും ചെയ്തു. രാജധാനിയിൽ ജന്മോത്സവം ഗംഭീരമായി ആഘോഷിച്ചു. പുത്രനുണ്ടായ ആഹ്ലാദം കൊണ്ട് രാജാവിന് എന്നിൽ പ്രിയം കൂടിക്കൂടി വരികയും ചെയ്തു. അതങ്ങനെയാണല്ലോ, ഒരു അനന്തരാവകാശി ഉണ്ടായിക്കഴിഞ്ഞാല് രാജാവിന് വല്ലാത്ത പ്രിയ പത്നിയോടുണ്ടാവുക. 8 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 8 പുത്രന്മാരും ജനിച്ചു. പോരെ, കുറച്ചു കാലം കൊണ്ട് ഞങ്ങളുടെ ഗൃഹം പൗത്രാദികൾ കൊണ്ട് സന്തുഷ്ടമായി. അവരുടെ കളികളും കലഹങ്ങളും കണ്ട് ഞങ്ങൾ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. സംസാര സമുദ്രത്തിൽ കിടന്ന് ഞാൻ വല്ലാതെ വലഞ്ഞു. എല്ലാ ജ്ഞാനവും മറന്ന് സ്ത്രീ സ്വഭാവത്തിന് അനുസൃതമായി ഗൃഹകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയുള്ളൊരു സാധാരണയായ സ്ത്രീയായി ഞാൻ. അങ്ങനെ കാലം കഴിച്ചു കൂട്ടുന്ന കാലത്ത് ആണ് ഞാൻ ഏറ്റവും ധന്യ എന്നുള്ള അഹങ്കാരം കൊണ്ട് മായയിൽപ്പെട്ട് വലഞ്ഞ ഞാൻ നാരദനാണെന്ന് ഓർമ്മ പോലും മറന്നു. ഞാൻ എന്നെ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും സൗഭാഗ്യവതി എന്നുള്ള ബോധം വന്ന് എനിക്ക് പോയില്ലേ. ഈ സമയത്ത് ദൂരദേശത്തുള്ള ഒരു രാജാവ് എൻ്റെ ഭർത്താവുമായി വിരോധത്തിലായി. ആ രാജാവ് സൈന്യങ്ങളുമായി വന്ന് എൻ്റെ ഭർത്താവിനോടും മക്കളോടും യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിൽ എൻ്റെ മക്കളൊക്കെ മരിച്ചുപോയി കേട്ടോ. എൻ്റെ പ്രിയതമൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. മക്കൾ മരിച്ചതറിഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് രണഭൂമിയിലെത്തി മക്കളെ ചൊല്ലി പൊട്ടി 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 കരഞ്ഞു. ആ സമയത്ത് വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ വന്ന് യുദ്ധക്കളത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോട് പറഞ്ഞു, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? പതി, പുത്രൻ, ദേഹം തുടങ്ങിയവർക്ക് വെറും ഭ്രമം മാത്രമല്ലേ. ഏതായാലും കരയാതിരിക്കെ. ബന്ധുക്കൾ മരിച്ച തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് കർമ്മങ്ങൾ ചെയ്യണം. ഇത്രയും പറഞ്ഞ ആ ബ്രാഹ്മണൻ ഞങ്ങളെയും കൂട്ടി തീർത്ഥക്കരയിലെത്തി. ആ ബ്രാഹ്മണൻ എന്നോട് പറഞ്ഞു, ഈ പവിത്രമായ തടാകത്തിൽ മുങ്ങി മക്കൾക്ക് വേണ്ടി ശേഷക്രിയകൾ ചെയ്യുക. ജന്മജന്മാന്തരങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ബന്ധുക്കൾക്കും അതുപോലെ പിതൃക്കൾക്കും വേണ്ടി തർപ്പണം ചെയ്യുക. വിഷ്ണു പ്രേരിതനായിട്ട് ഞാൻ ആ തീർത്ഥത്തിൽ ഇറങ്ങി. ഞാൻ ആ തീർത്ഥത്തിൽ മുങ്ങി നിവർന്നപ്പോഴേക്കും ഞാൻ ആരായി? പണ്ട് മുങ്ങിയ സമയത്ത് സ്ത്രീയായെങ്കിൽ ഇന്ന് മുങ്ങിയ സമയത്ത് ഞാൻ ശരിക്കും നാരദരായി. എൻ്റെ മുമ്പിൽ എൻ്റെ വീണയുമായി ജനാർദ്ദനത പുഞ്ചിരി വെച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് പൂർവ്വസ്മരണയും ഉണ്ടായി. ഞാനും ഭഗവാനും കൂടി ഇവിടെ വന്നപ്പോഴാണ് മായയെ കാണിച്ചു തരണമെന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞത്. പ്രകാരം ഓരോന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ വിഷ്ണു ചോദിച്ചു, നാരദ,
എന്താണ് അവിടെ ചെയ്യുന്നത്? ഇങ്ങോട്ട് കയറി വരൂ. എൻ്റെ സ്ത്രീരൂപ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചിന്തിച്ച് ഞാൻ അമ്പരന്ന് പോയി കേട്ടോ. അത്രമാത്രമാണ് ഭഗവാന്റെ മായയുടെ പ്രാഭവം, വൈഭവം. അങ്ങനെ എൻ്റെ താപസരൂപം കണ്ട് താലധ്വജ രാജാവ് അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു, പ്രിയേ പ്രാണവല്ലഭേ, വിരഹാഗ്നിയിൽ ഞാൻ നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ, നീ പിരിഞ്ഞിട്ടും എൻ്റെ ജീവൻ പോകുന്നില്ലല്ലോ ഭഗവാനേ. നിനക്ക് എന്നോട് മുമ്പത്തെ പോലെ സ്നേഹമില്ലേ? അതോ തടാകത്തിൽ വെച്ച് നിന്നെ വല്ല മത്സ്യവും വിഴുങ്ങിയോ? എൻ്റെ പുത്രപൗത്രന്മാർ എന്നെ വിട്ടുപോയി, നീയും കൂടി എന്നെ എന്തിനാണ് ഇപ്രകാരം ദുഃഖത്തിലാഴ്ത്തുന്നത് പ്രിയേ? ഇപ്രകാരം ഓരോന്നും പറഞ്ഞു വിലപിക്കുന്ന രാജാവിനെ ഹരി യുക്തമായ വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ചു. ഭഗവാൻ ആവാത്തതായിട്ട് എന്തുണ്ട്? രാജൻ, എന്തിനാണ് ഇപ്രകാരം ദുഃഖിക്കുന്നത്? ഇതുവരെ ശാസ്ത്ര പഠനവും സത്സംഗവും ഒന്നും ചെയ്യുകയുണ്ടായില്ല അങ്ങ്. പ്രപഞ്ചമാകുന്ന നദിയിലൊരു തോണിയിലെ യാത്രക്കാർ മാത്രമാണ് മനുഷ്യർ. വിരഹവും സംഗമവും നിശ്ചയമാണ്. നിന്റെ പ്രാണപ്രേയസി എവിടെ നിന്നാണ് നിനക്ക് ലഭിച്ചത്? അന്ന പോലെ തന്നെ അവൾ തിരിച്ചു പോവുകയും ചെയ്തു. അതിനാൽ ഇനി തിരികെ പോയി രാജ്യം പൗത്രനെ ഏൽപ്പിച്ച് വനത്തിൽ പോയി തപസ് ചെയ്യുക. ഊണ്, ഉറക്കം, മൈഥുനം തുടങ്ങിയ കാര്യങ്ങളിൽ മൃഗങ്ങളും മനുഷ്യനും ഒരുപോലെയാണ്. എന്നാൽ ജ്ഞാനം മനുഷ്യരിൽ മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് പത്നിയെ ചിന്തിച്ച് സങ്കടപ്പെടാതെ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. ലക്ഷ്മീകാന്തന്റെ വാക്കുകൾ കേട്ട് താലധ്വജ രാജാവ് തീർത്ഥസ്നാനത്തിന് ശേഷം കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ഭഗവാൻ എന്നെ നോക്കി പല വട്ടം ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ, അങ്ങ് മായയുടെ ബലം എനിക്ക് അനുഭവപ്പെടുത്തി തന്നു. സ്ത്രീയായി മാറിയ എൻ്റെ അനുഭവം എനിക്ക് നല്ല ഓർമ്മയുണ്ട് താനും. ഞാൻ ഈ തടാകത്തിൽ മുങ്ങിയപ്പോൾ എൻ്റെ പൂർവ്വജ്ഞാനം മറന്നുപോയത് എന്തുകൊണ്ടാണ്? സ്ത്രീയായപ്പോൾ ഞാൻ ഇന്ദ്രനെയും ശചീദേവിയെ പോലെയും ജീവിച്ചു. ഒരേ ആൾക്ക് തന്നെ ഇപ്രകാരം ഒരു മാറ്റം വരുമോ ഭഗവാനെ? കമലാപതി, ആ സമയത്ത് ജ്ഞാനം നശിച്ചു പോയതിൽ അത്ഭുതം തോന്നുന്നുണ്ട് എനിക്ക്. എന്താണ് അതിന് കാരണം? സ്ത്രീയായി പല സുഖഭോഗങ്ങളും അനുഭവിച്ചു, വർജ്യമായ പല ഭക്ഷണങ്ങളും ഭുജിച്ചു. അപ്പോഴൊന്നും നാരദനാണെന്നുള്ള സ്മൃതി ഒട്ടും ഉണ്ടായില്ല എനിക്ക്. എന്നാൽ ഇന്ന് എനിക്കെല്ലാം ഓർമ്മയുണ്ട് താനും. നാരദ, ഇതൊക്കെ മായയുടെ വിഭ്രാന്തി കൊണ്ട് സംഭവിക്കുന്നതാണ്. ഉദാഹരണമായി, വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് കയറിനെ പാമ്പായി കരുതി ഭയപ്പെടുന്നില്ലേ? എന്നാലോ വെളിച്ചത്തിന്റെ പ്രകാശത്തിൽ എന്താണ് അത് പാമ്പല്ല, കയറാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ പേടിയും ഇല്ലാതാവുന്നില്ലേ? തന്നെയാണ് ഈ മായ. അതുപോലെ തന്നെയാണ് അങ്ങയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഒരേ ദേഹത്തിൽ തന്നെ ദശാഭേദങ്ങൾ കാണുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം. ഉറങ്ങുമ്പോൾ ജ്ഞാനം ഇല്ലാതാവുന്നു, ഒന്നും അറിയുന്നില്ല. ഉണർന്നെഴുന്നേറ്റാലോ സുഖമായി ഉറങ്ങിയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഉറക്കത്തിൽ പല നല്ല സ്വപ്നങ്ങളും പേടി സ്വപ്നങ്ങളും കാണുന്നു. ഉണർന്നാലോ എല്ലാം നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. സ്വപ്നം കാണുമ്പോൾ അത് ഭ്രമമാണെന്നറിയാൻ സാധ്യമല്ല. ഉണരുമ്പോൾ അതൊന്നും ഇല്ലതാനും. പക്ഷേ എല്ലാം അറിയുന്ന സാക്ഷി നമ്മുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം മായയുടെ ലീലാവിലാസങ്ങളാണ്. ത്രിമൂർത്തികളായ ഞങ്ങൾക്ക് പോലും മായയെ തരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ ത്രിഗുണങ്ങൾ ചേർന്ന മനുഷ്യനാവോ ഈ മായയെ അറിയാൻ? സാധിക്കില്ല. സത്വഗുണപ്രധാനിയായ എന്നിലും രജോ ഗുണവും തമോ ഗുണവും അടങ്ങിയിട്ടുണ്ട്. രജോ ഗുണപ്രധാനിയായ അങ്ങയുടെ പിതാവും ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവനാണ്. തമോ ഗുണപ്രധാനിയായ മഹാദേവനും സപ്തരജോ ഗുണങ്ങൾ ചേർന്നവനാണ്. ഗുണത്രയങ്ങൾ കൂടാതെ ഒരാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വിശ്വം മുഴുവൻ മായയുടെ വലയത്തിലാണ്. ഈ സംസാരത്തിൽ കിടന്ന് മോഹിക്കാതിരിക്കൂ അങ്ങ്. മായയുടെ വലയത്തിലാണ്. മായയെ കണ്ടില്ലേ? പല ഭോഗങ്ങളും അനുഭവിച്ചില്ലേ? മായയുടെ വിചിത്രമായ രീതിയാണ് കേട്ടോ ഇത്. അത് മാത്രം അങ്ങ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നു. പിന്നെ മനോഹരമായ തടാകത്തിന്റെ തീരത്ത് വെച്ച് മഹാമായയെ പറ്റി പറഞ്ഞു തന്ന് ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു. രമാകാന്തൻ എന്നോട് പറയുകയാണ്, നാരദ, അങ്ങ് എന്റെ കൂടെ വരുന്നെങ്കിൽ പുറപ്പെടുക, അല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടപ്രകാരം എവിടെ കാണുന്നു വെച്ചാൽ യാത്രയായാലും എന്ന് പറഞ്ഞു. ഭഗവാനോട് അനുജ്ഞ വാങ്ങി ഞാൻ ബ്രഹ്മലോകത്തേക്ക് യാത്രയായി അച്ഛൻ്റെ അടുത്തേക്കാ പോയത്. ഞാൻ ഗരുഡാസനായി കമലാവതി വൈകുണ്ഠത്തിലേക്കും പോയി. സുഖദുഃഖങ്ങൾ കലർന്ന എൻ്റെ അനുഭവങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ലോകമായ സത്യലോകത്തെത്തി. അങ്ങനെ ഞാൻ അച്ഛനെ സാഷ്ടാംഗം നമസ്കരിച്ചു. എൻ്റെ മുഖത്തെ വിഷാദഭാവം കണ്ട് അച്ഛൻ ചോദിച്ചു, മകനെ നാരദ, എന്താണൊരു വിഷാദം? ഞാൻ അച്ഛനോട് എല്ലാ സംഭവങ്ങളും വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. മായയുടെ വികൃതികൾ അത്ഭുതാവഹം തന്നെ. പിതാവേ,
അങ്ങ് എങ്ങനെയാണ് മായയെ ജയിച്ചത്? ഇത് കേട്ട് ബ്രഹ്മാവ് മന്ദഹാസത്തോടെ എന്നോട് പറഞ്ഞു, നാരദാ, ഉണ്ണി, ദേവന്മാർക്കും മുനികൾക്കും വായുഭക്ഷകരായ മഹായോഗികൾക്ക് പോലും മായ അജയ്യാണ്. മായയെ ആർക്കും ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ത്രിമൂർത്തികൾക്ക് പോലും മായയുടെ വൈഭവം അറിയാൻ സാധിച്ചിട്ടില്ല. പിന്നല്ലേ എല്ലാവർക്കും ദുർജ്ഞേയമായ മായ കാലത്തിനെയും കർമ്മത്തിനെയും കാരണമാക്കി സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ യഥാക്രമം നടത്തുന്നു. അങ്ങ് പരിഭ്രമിക്കേണ്ട കേട്ടോ, ഞങ്ങളും മായക്കഥിനർ തന്നെയാണ് എന്ന് പറഞ്ഞു അച്ഛൻ. പിന്നീട് ഞാൻ അച്ഛൻ്റെ അനുജ്ഞയും വാങ്ങി പോന്നതിന് ശേഷം പുണ്യതീർത്ഥങ്ങളിൽ സഞ്ചരിച്ച് ദിവസം കഴിച്ചു. നാം ചെയ്ത കർമ്മങ്ങൾ നല്ലതായാലും ചീത്തയായാലും ശരി, അതിന്റെ ഫലം അനുഭവിച്ചേ മതിയാകും. നാരദ മഹർഷിയുടെ സാരവത്തായ സംഭാഷണത്തെ തന്നെ ഓർത്തും കൊണ്ട് ഞാൻ സാരസ്വത കൽപ്പത്തിൽ കാലം കഴിച്ചു. അപ്പോഴാണ് ഞാൻ പുണ്യപുരാണമായ ഭാഗവതം നിർമ്മിച്ചത്. വേദപ്രമാണമായ ഈ ഗ്രന്ഥം എല്ലാ സംശയത്തെയും ദൂരീകരിക്കുവാൻ പറ്റിയ ഉത്തമ ഗ്രന്ഥമാണ്. ഒരു ഇന്ദ്രജാലക്കാരൻ ഏത് പ്രകാരമാണോ പാവക്കളി നടത്തുന്നത്, അതുപോലെയാണ് ഈ മായ. ബ്രഹ്മാവ് തുടങ്ങി പുൽക്കൊടിയെ കൂടി സ്വന്തം ഇച്ഛപ്രകാരം കളിപ്പിക്കുന്നത് ഈ മായ. എല്ലാത്തിനും കാരണമായിരിക്കുന്നത് ത്രിഗുണങ്ങൾ തന്നെയാണ്. കാര്യമില്ലാതെ കാരണം ഉണ്ടാവുകയില്ലല്ലോ. മായാഗുണങ്ങൾ മൂന്നിന്റെയും സ്വഭാവം 3 തരമാണ്: ശാന്തം, ഘോരം, മൂഢം. ഇത് ഓരോരുത്തരിലും ഭിന്നമായി കാണപ്പെടുകയും ചെയ്യുന്നു. നൂലില്ലാതെ വസ്ത്രമുണ്ടാവുകയില്ലല്ലോ. സാധ്യമാണോ? അത് അല്ല. അതേമാതിരി ത്രിഗുണങ്ങളില്ലാത്ത ഒരാളെയും കാണാൻ സാധ്യമല്ല. സത്വഗുണ പ്രധാനമാകുമ്പോൾ ബ്രഹ്മാവും ശാന്തനായി ജ്ഞാനത്തോടുകൂടി ധ്യാനം ചെയ്യും. രജോഗുണം അധികരിക്കുന്ന സമയത്ത് സത്വഗുണം കുറഞ്ഞ് ഘോര സ്വഭാവമാവും. തമോ ഗുണം കൂടുന്ന സമയത്തോ അയ്യോ പറയാനില്ല, വിഷാദത്തോടുകൂടി മൂഢനായും ഭവിക്കുന്നു. ഇതേമാതിരി വിഷ്ണുവും രുദ്രനും അവരവരുടെ ഗുണങ്ങൾക്കനുസരിച്ച് ഭാവത്തിൽ മാറ്റം വരുന്നു. സൂര്യവംശജന്മാരും ചന്ദ്രവംശജന്മാരും യുഗന്തോറും ഉണ്ടാവുന്ന മനുക്കളും മാനവരും ഈ മായക്ക് അധീനരാണ് ഉണ്ണി. അതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കണ്ട. ദേഹം സ്വീകരിച്ചവരൊക്കെ ഈ മായക്ക് വശകരാവും. അതുകൊണ്ട് ആ പരാശക്തിയെ തന്നെ പൂജിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. അപ്പോൾ ദേവിയുടെ തന്നെയായ മായ ഉണ്ടല്ലോ, ആ മായ അങ്ങനെ ആണെങ്കിൽ ആ മായ നമ്മളെത്ര ബാധിക്കാതിരിക്കും എന്ന് പറഞ്ഞു. ഇരുട്ടില്ലാതാക്കാൻ ഇരുട്ടിന് സാധ്യമല്ലല്ലോ. അതിന് മിന്നലോ അഗ്നിയോ ചന്ദ്രനോ വേണം. അതുപോലെ ത്രിഗുണങ്ങളെ ഇല്ലാതാക്കാൻ ത്രിഗുണങ്ങൾ ചേർന്ന മറ്റു ദേവന്മാർക്ക് സാധ്യമല്ല. നിർഗുണയായ ജഗദമ്പയ്ക്ക് മാത്രമേ മായയെ ജയിക്കാൻ സാധ്യമാവൂ, ഇല്ലാതാക്കാൻ സാധ്യമാവൂ. അതുകൊണ്ട് മായയെ ജയിക്കാൻ ദേവിയെ തന്നെ ഭക്തിപൂർവ്വം ഭജിക്കുക. വൃത്രാസുരവധം തുടങ്ങിയ കഥകൾ ഞാൻ പറഞ്ഞു തന്നു. ഈ പുരാണത്തിന്റെ പൂർവാർത്ഥം കഴിഞ്ഞു. ദേവിയുടെ മാഹാത്മ്യം ഭക്തിയില്ലാത്തവരോട് പറയരുത്. ദേവീ ഭക്തിയുള്ള ശിഷ്യനും മൂത്തപുത്രനും ശാന്തനും ഭക്തനും ഗുരുഭക്തി ഉള്ളവനും മാത്രമേ ഈ മാഹാത്മ്യം ഉപദേശിക്കാൻ പാടുള്ളൂ. എല്ലാ പുരാണങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ഈ പുരാണം വേദങ്ങൾക്ക് സമാനമാണ്. നിർമ്മലമായ മനസ്സുള്ള ജനങ്ങൾ വിശ്വസിച്ചും ശ്രദ്ധിച്ചും ഈ പുരാണം കേൾക്കുകയും അതുപോലെ തന്നെ പറയുകയും ചെയ്താൽ അവന് സർവ്വവിധ ഐശ്വര്യങ്ങളും ജ്ഞാനവും ലഭിക്കും എന്നുള്ള ഒരു ഫലശ്രുതിയോടുകൂടി ദേവീ മാഹാത്മ്യം എന്ന 31-ാം അധ്യായം 6-ാം സ്കന്ധം പൂർവാർത്ഥം നമ്മൾ ദേവീ പാദങ്ങളിൽ ജഗന്മാതാവിന്റെയും പൊന്നുണ്ണിക്കണ്ണന്റെയും തൃപ്പാദപത്മങ്ങൾ സമർപ്പിച്ച് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ സോമവംശ രാജാക്കന്മാരുടെ കഥയാണ് പറയാൻ പോകുന്നത്. അതിന് ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം നമുക്ക് വേണ്ട പോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.